ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൻ മല്ലു ട്രക്കർ. ഇന്ന് ഞാനുള്ളത് പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് ഇനി ഒരു 400 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വില്ലേജിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഒറ്റയ്ക്കാട്ടോ ബൈക്കിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് റൈഡ് വീഡിയോ ആയിരിക്കും. കാരണം 400 കിലോമീറ്റർ നമ്മൾ ഓടിയെത്തണ്ട. ഇപ്പം സമയം 11:30 മണിയാണ് ഇവിടെ. ഇനി എത്ര മണിക്കാണ് ഞാൻ ഈ 400 കിലോമീറ്റർ കവർ ചെയ്യുന്ന അറിയില്ല. ആദ്യമൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് പോയിരുന്നു കേട്ടോ, ആദ്യ കാലങ്ങൾ. അതൊക്കെ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റുന്നില്ല, പ്രായമായി തോന്നുന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാനും എൻ്റെ വണ്ടി മാത്രം ഒറ്റയ്ക്കാണ് പോകുന്നത്. വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, FZ ഞാൻ പോകുന്നത്. എമർജൻസി ബാഗായിട്ട് ഇതാ ഈ ബാഗ്, നമ്മുടെ RC ബുക്ക്, പിന്നെ ചാർജർ, അങ്ങനത്തതൊക്കെ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ക്യാമറ കാര്യങ്ങളൊക്കെ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോവാം. ഇന്നത്തെ വില്ലേജിനെ കുറിച്ച് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലേക്ക് കേരളത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതായത് ഒരു യൂണീക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഫുള്ളും മലയാളികളായിരിക്കും. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അവിടെ പോകുന്നവരെ ഉള്ള ട്രാവൽ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഒരു മോട്ടോ വ്ളോഗിങ് ആയിട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാത്രിയിലാണ് 400 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ പെരിന്തൽമണ്ണെന്ന് തുടങ്ങിയിട്ട് മണ്ണാർക്കാട്, പാലക്കാട്, പൊള്ളാച്ചി, പഴനി, മധുര, പിന്നെ ആ നാട് എവിടെയെന്നുള്ള ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ മെല്ലെ അങ്ങനെ റൈഡിങ് തുടങ്ങാം കേട്ടോ. സംഗതി എന്താണെന്ന് അറിയാം, മഴ തുടങ്ങി ഫ്രണ്ട്സ്. നല്ല മഴയാണെന്ന്. അതുകൊണ്ട് മിക്കവാറും പണി കിട്ടുന്നതാണ് തോന്നുന്നത്. ഉള്ള ടാർപ്പായൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ടാർപ്പായി വാങ്ങാൻ മറന്നുപോയി. കുഴപ്പമില്ല, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നല്ല തുടങ്ങാം കേട്ടോ. ഞാനേ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഓടിയിട്ട് ഇനി പാലക്കാട് നിന്ന് കണ്ടിന്യൂ ചെയ്യാവേ. ഇന്ന് ഈ പോകുന്ന വില്ലേജിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ കേരളം എന്ന് വേണം പറയാൻ. കാരണം വിരുദനഗർ മാവട്ടം, അതായത് വിരുദനഗർ ജില്ലയിലെ പാണ്ഡ്യാപുരം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. ഈ വില്ലേജിലും ഒരു 75% മലയാളികളായിരിക്കും. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം കേട്ടോ. അവിടെ കുറേ മലയാളികളും പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് അവിടെ പോയി നിൽക്കുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അതൊക്കെ അടുത്ത വീഡിയോ ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാം. ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ വിരുദനഗർ ജില്ലയിൽ പാണ്ഡ്യാപുരം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് കേട്ടോ. ഇങ്ങോട്ട് എങ്ങനെ പോവാന്നുള്ളതും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാവേ. ഞാൻ പെരിന്തൽമണ്ണ എന്നാണ് വണ്ടി എടുത്തത്. പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, പാലക്കാട്, പൊള്ളാച്ചി, പഴനി, മധുര, പിന്നെ നേരം വിരുദനഗർ ജില്ല, അതിനുശേഷം പാണ്ഡ്യാപുരം എന്ന് പറഞ്ഞ ഈ ചെറിയൊരു വില്ലേജ്. അപ്പോൾ മൊത്തം നമ്മളെ നാട്ടിൽ നിന്ന് 400 കിലോമീറ്റർ ആണ് ഉള്ളത്. ഈ 400 കിലോമീറ്റർ നോൺ സ്റ്റോപ്പായിട്ട് റൈഡ് ചെയ്ത് പോയിരുന്നു. രാത്രി കാലം ആകുമ്പോൾ അങ്ങനത്തെ റിസ്ക് ഒക്കെ എടുക്കണമെന്നൊക്കെ തോന്നി. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് പോയാലും ഓപ്പോസിറ്റിൽ വരുന്ന ആൾക്കാർ മര്യാദയ്ക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നേരെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് നമ്മൾ എൻട്രി ചെയ്തു കേട്ടോ. തമിഴ്നാട് ഉങ്ങളെ അൻപുടൻ വരവേൽക്കുന്നത് അങ്ങനോട് എഴുതി വെച്ചിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 400 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റൈഡ് ചലഞ്ചിങ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എവിടെയും വണ്ടി നിർത്താതെ ഒറ്റ സ്ട്രെച്ചിൽ 400 കിലോമീറ്ററും ഓടി എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇടയിൽ എവിടേക്കും പോലീസുകാർ നിർത്തി കഴിഞ്ഞാൽ നിർത്തണമല്ലോ, അത് നിർബന്ധമാണ്. എന്നെ എപ്പോൾ വന്നാലും ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് വിടുകയുള്ളൂ. ഇതാ ഇവിടെ ഈ കാണുന്ന ഈ ചെക്ക് പോസ്റ്റിൽ. പക്ഷെ എന്താണെന്നറിയില്ല, എന്നെ ഒന്നും ചെക്ക് ചെയ്തില്ല, അവരെന്നെ വിട്ടു. അതുകൊണ്ട് നേരെ നമ്മുടെ ചലഞ്ചിലോട്ടിൽ പോവാം. 400 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റൈഡാട്ടോ ഈ വില്ലേജിലോട്ട്. ഫ്രണ്ട്സ്, ഈ റൂട്ടിലൂടെയൊക്കെ നിങ്ങൾ ഒരുപാട് പേര് യാത്ര ചെയ്തിട്ടുണ്ടാവില്ലേ. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ റൂട്ടിൽ പണ്ട് കാലങ്ങളിൽ കുറച്ച് പരിപ്പ് വട കടകളുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇതാ ഈ കാണുന്ന സൈഡിൽ ഈ ഗ്രില്ലിട്ടുള്ള റോഡില്ലേ, ഇതിൻ്റെ സൈഡിലായിരുന്നു ആ പരിപ്പ് വട കടകൾ. എന്ത് രസമായിരിക്കും എന്ന് പറയുക ഫ്രണ്ട്സ്, അടിപൊളിയായിരിക്കും. പക്ഷെ ഇന്നൊന്നും ഇപ്പോൾ ആ കടകളില്ല, കാരണം റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. രാത്രികളിലും ഈ റോഡുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. രാത്രി ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. ഇതുണ്ടല്ലേ, ഫുൾ ലൈറ്റിങ്ങിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് ബാക്ക് ക്യാമറ ഓണാക്കി ഞാൻ ക്ലിയർ ആക്കി കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചി ടു പഴനി റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഒരുപാട് പേര് യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ. നിങ്ങളെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ അറിയിക്കണം. ഈ കാണുന്ന ഈ റൂട്ട് കണ്ടില്ലേ, നൈറ്റിൽ ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ടിട്ട്
നൈറ്റിൽ ലൈറ്റ് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇപ്പുറത്തെ തെങ്ങും തോട്ടങ്ങളും നല്ല ഭംഗിയാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ കാണാൻ. ഇവിടെ റീൽസിലുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ടേ എന്നിട്ട് മെല്ലെ പോവാ. എൻ്റെ അമ്മ എന്ത് രാത്രി ഒരു വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി നമുക്ക് പോവാനുണ്ട് ഒരുപാട് ദൂരം. അല്ല, വീഡിയോയുടെ തുടക്കം മുതൽ ഇപ്പോൾ വരെ പറഞ്ഞു വന്നത് 400 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റൈഡ് ചെയ്യുന്നല്ലേ, എന്നിട്ട് ഈ നിർത്തി വീഡിയോ ഒക്കെ എടുക്കുന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിക്കാൻ വരുന്നത്. സംഗതി നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതും കൂടെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കണമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടും കൂടിയിട്ടാണേ, വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് നോൺ സ്റ്റോപ്പ് റൈഡ് അല്ല അല്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ നടന്നു പോകുന്ന ആളുകളൊക്കെ കണ്ടില്ലേ, ഇവർ പഴനിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് പഴനി മുരുകൻ കോയിൽക്കാണ് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 4 മണി ആയിട്ടുണ്ടാവും. ഇനി പഴനിക്ക് കണ്ടോ 40 കിലോമീറ്റർ ഉണ്ട്. 40 കിലോമീറ്ററും ഇവരിനി നടന്നു പോവായിരിക്കും എവിടെ, നമ്മുടെ പഴനി മുരുകൻ കോയിലേക്ക്. എന്നാൽ ഇവർ മാത്രമല്ല കേട്ടോ, ഞാൻ എല്ലാ വർഷവും ഈ ടൈമിൽ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കാണാറുണ്ട്. ഇത്തവണയാണ് ഞാൻ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ റോഡ് നിറയെ ആളുകളായിരിക്കും. ഈ നടന്നു പോകുന്ന ഈ ആളുകളൊക്കെ അല്ലേ, ഇവരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കേട്ടോ നടന്നു വരുന്നത്. ചില ആളുകളൊക്കെ ഒരാഴ്ചയോളം നടന്നു വന്നിട്ടാണ് നമ്മുടെ ഇനി മുരുകൻ കോയിലിൽ വന്ന് കാണാൻ വരുന്നത്. സംഗതി ഒരാഴ്ചത്തോളമൊക്കെ ഇവർ നടക്കാറുണ്ട് അത്രേ. വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ടോ, ജസ്റ്റ് എൻ്റെ മുന്നിൽ നടന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കാറ് നേരെ ഉറങ്ങി തോന്നുന്നു, ഡ്രൈവർ ഉറങ്ങി തോന്നുന്നു. നേരെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. എന്തല്ലേ ഉറക്കം വന്നാൽ ഉറങ്ങിയിട്ട് യാത്ര ചെയ്യണേ. ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ റണ്ണിങ്ങിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ സംഭവിച്ചതായിരുന്നു ഈ കാറ് ഈ ഡിവൈഡറിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ അതും കൂടെ ഞാൻ കവർ ചെയ്യുന്നത്. സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ ഡ്രൈവർ ഉറങ്ങിയതാണ്. ഉറങ്ങിയിട്ട് അങ്ങേ സൈഡ് പോയിട്ട് 2 ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കായി ഇപ്പോൾ ദാ നടുവിൽ കയറിയിരിക്കുന്നുണ്ടല്ലേ. എനിക്ക് എപ്പോൾ പറയാനുള്ളതും രാത്രി റൈഡ് ചെയ്യുന്നതിന് ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇങ്ങനെ ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നിർത്തിയിട്ട് തന്നെ പോകണം കേട്ടോ. ഈ ചലഞ്ചോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട്. എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ ഉറങ്ങുകയെ, കാരണം അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവനോടെ നിൽക്കണ്ടേ, അതൊക്കെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നൈറ്റ് റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര സേഫായിട്ട്, അതായത് ഭയങ്കര സേഫായിട്ട് ഉറങ്ങിയിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര സേഫായിട്ട് തന്നെ റൈഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വീട്ടുകാർക്കൊക്കെ. ഞാൻ നമ്മുടെ പഴനി കഴിഞ്ഞ് ഒട്ടച്ചത്രം വഴി തിരുനെൽവേലി പോകുന്ന റോഡ് ഉണ്ടല്ലോ, ഹൈവേക്ക് കയറിട്ടോ, NH ഹൈവേയിൽ കയറിയിട്ട് ഇനി അങ്ങോട്ട് ആ വിരുദനഗർ ജില്ലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയും 180 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഹൈവേ കയറി ഇനി ഹൈവേയിലുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ കൂടുതലും. സമയം ഇപ്പോൾ 5 മണിയായിട്ടോ. സമയം ഇപ്പോൾ 5 മണി. ഞാനിപ്പോൾ ഉള്ളത് മധുര കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വിരുദനഗർ ജില്ലയിലാട്ടോ ഈ ഡെസ്റ്റിനേഷൻ ഇരിക്കുന്നത്, വിരുദനഗർ ജില്ലയിൽ കേട്ടോ.
ഇനി നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതുവരെ ഉറക്കം വന്നില്ല, ഇപ്പോൾ ചെറിയൊരു മങ്ങലിങ്ങനെ വരുന്നുണ്ട്. അതായത് നമ്മൾ 11 മണിക്ക് യാത്ര തുടങ്ങി, ഇപ്പോഴും അതായത് 5 മണി വരെ ഒരു ഒറ്റ പൊട്ട് കണ്ണ് ഉറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ 5 മണിയായപ്പോൾ അതാ കുറച്ച് ഇങ്ങനെ കണ്ണിങ്ങനെ ചൊക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ നോൺ സ്റ്റോപ്പ് റൈഡ് വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് കിലോമീറ്റർ കവർ ചെയ്ത് ഇവിടെ എത്തി. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാം, എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അതുകൊണ്ട് നിർത്തി ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുത്തിട്ടേ ഇനി പോകണുള്ളൂ. വെറുതെ റെസ്റ്റ് എടുക്കണ്ടല്ലോ വെച്ചിട്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് സൺറൈസ് ആയി വരാൻ തുടങ്ങി കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ദൂരം ഓടിച്ചിട്ട് വന്നേ. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. ഞാൻ ഇവിടെ നിർത്താനുള്ള മെയിൻ കാരണം റൈറ്റ് സൈഡിലുള്ള ഒരു ഫാക്ടറി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന ഫാക്ടറി എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇതാണ് റാംകോ സിമന്റ് ഫാക്ടറി. ഇത് പല ഏക്കറുകളായിട്ട് വിരിഞ്ഞടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ തന്നെ ഇഷ്ടം പോലെ പെട്രോൾ പമ്പുകളുണ്ട്. കാരണം അത്രയും ലോറികളാണ് ഇവിടുത്തെ സിമൻ്റ് എടുത്ത് ഓടാൻ തയ്യാറായി നിൽക്കുന്നത്. ഇത് അത്ര വലിയ ഫാക്ടറിയാണെന്നറിയാം നിങ്ങൾ? ഇത് മറ്റേ തിരുനെൽവേലി പോകുന്ന റൂട്ടിലുള്ള ഇതാണ് കേട്ടോ. ഇവിടെ ഇത് മാത്രമല്ല, വേറെയും കുറേ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഉള്ളതിൽ തന്നെ ഏറ്റവും വലിയ ഫാക്ടറി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. റാംകോ സിമന്റ് ഫാക്ടറിയാണിത്. ഇതുണ്ടോ, ഈ ഭാഗത്ത് സൺറൈസ് ആയി വരുന്നുണ്ട്. ഫൈനലി വി റീച്ച്ഡ് ഇൻ ദ പാണ്ഡ്യപുരം വില്ലേജ്. ഇനി ഇങ്ങോട്ടേക്ക് ഒരു 5 അല്ലെങ്കിൽ അല്ലല്ല ഒരു 10 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഇവിടുന്ന്. അതായത് നമ്മുടെ തിരുനെൽവേലി പോകുന്ന വഴിയിൽ നിന്ന് റൈറ്റ് സാത്തൂർ പറഞ്ഞ ഒരു സ്ഥലം വരും. സാത്തൂരിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വില്ലേജിലോട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഈ വില്ലേജ് എനിക്ക് എങ്ങനെ അറിയാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഒരു വലിയൊരു കഥയാണ്. അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാണ്ട്, അതൊക്കെ ഞാൻ പിന്നെ വഴിയെ പറഞ്ഞുതരാം. പിന്നെ തമിഴ്നാട്ടിലല്ലേ, തമിഴ്നാട്ടിലാകുമ്പോൾ ഈ 2 സൈഡും കണ്ടില്ലേ പ്രകൃതി ഭംഗി. കൃഷി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്ത് ഭംഗിയെന്നറിയാം. രാവിലെ തന്നെ ഇതിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ആ ഉറക്കക്ഷീണമൊക്കെയാണ് പോയി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോൾ. ഇനി ഞാൻ ഈ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട്, അതായത് ഈ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഈ വീഡിയോ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാമേ. ഇത്രയും നേരം നിങ്ങൾ വീഡിയോ സഹിച്ച് കണ്ടതിന് വളരെയധികം നന്ദി കേട്ടോ ഫ്രണ്ട്സ്. इधर नहीं है, हम लोग का गाँव में नहीं, तमिलनाडु आगे केरला में। ലാസ്റ്റ് ഒരുവിധം ഈ വില്ലേജിലേക്ക് എത്തി. ഇനി ഇവിടെയുള്ള ആളുകളൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. സംഗതി എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ അതായത് ഈ ഗ്രാമത്തിൽ മുഴുവൻ ഒരു 75% ഫുള്ളും മലയാളീസാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാലക്കാട് ബോർഡർ ആയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ മലയാളീസ് കൂടുതലെന്ന്. എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കേരളത്തിക്കും നമ്മുടെ ഈ ഗ്രാമത്തിക്കും യാതൊരു ബന്ധമല്ല. നമ്മളുടെ പാലക്കാട് നിന്ന്, അതായത് നമ്മളുടെ പാലക്കാട് നിന്ന് ഈ വില്ലേജിലേക്ക് 300 കിലോമീറ്ററോളം വരുന്നുണ്ട്. പാലക്കാട് നിന്ന് ഈ ഗ്രാമത്തിക്ക് മൊത്തം 300 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പം എങ്ങനെ ഇവിടെ ഇത്രയും മലയാളികൾ ഉണ്ടായിരുന്നല്ലേ, അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അതിന് മുമ്പ് ജസ്റ്റ് ഈ വില്ലേജിൽ നിന്ന് ജസ്റ്റ് കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ പിന്നെ ഒന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു പീസ്ഫുള്ളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പീസ്ഫുള്ളാണ്. ഇതുണ്ടോ, പ്രകൃതിയോട് അങ്ങോട്ട് ഇണങ്ങി തന്നെ ഉണ്ട്. ഏക്കർ കണക്കിൽ കൃഷി സ്ഥലങ്ങളാ. ഇതുണ്ടോ, ഏക്കർ കണക്കിൽ കൃഷി സ്ഥലങ്ങളാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പഴയ കാലത്തേക്ക് ഒരു ഫീലാണ്. ഞാൻ എന്താണ് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ റൈഡിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുക. മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്.
ഞാൻ ഈ നിൽക്കുന്ന ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, ഒരു അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ്. ഓ അടിപൊളി കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്ന വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ.